ഇന്നത്തെ റെസിപ്പി രസമാണ്. പലർക്കും ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ളൊരു കാര്യമാണ് രസം. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ രസം എന്ന് പറയുന്നത്. അപ്പോൾ ചിലർക്ക് ഈ ഒരു രസം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെവർക്ക് വേണ്ടിയിട്ട് നമുക്ക് രസപ്പൊടിയൊന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രസമാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു രസം വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കുന്ന ഈ ഒരു പാത്രത്തിലേക്ക് കുരുമുളകും ജീരകവും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ നിങ്ങളടുത്ത് ഈ ഒരു പാത്രം ഇല്ലയെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി. പക്ഷെ നമ്മൾ രസത്തിന് ഇതെല്ലാം ചതച്ചെടുക്കുന്ന സമയത്ത് ഇതുപോലെ ഈ ഒരു പാത്രത്തിലിട്ട് ചതച്ചെടുക്കുമ്പോഴായിരിക്കും രസം കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവാം. അപ്പോൾ ഇങ്ങനൊരു ഇഞ്ചിയും വെളുത്തുള്ളിയും ചതക്കുന്ന ഈ ഒരു പാത്രം ഉണ്ടെങ്കിൽ ഇതിൽ തന്നെ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്. ഈ കുരുമുളക് നമുക്ക് ആദ്യം നന്നായിട്ടൊന്ന് കുത്തിയെടുക്കാം. അപ്പം കുരുമുളക് നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ജീരകമാണ്. ഞാനിവിടെ 1 ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്, നല്ല ജീരകം. അപ്പോൾ ഈ ഒരു ജീരകവും നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ജീരകവും കുരുമുളകും നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾ മിക്സിയുടെ ജാറിലിട്ട് ചതച്ചെടുക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ വേണം ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ചേർക്കേണ്ടത് മുളകാണ്, വറ്റൽ മുളക്. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ ഒരു ചെറിയ ഉരുണ്ട മുളകാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 5 മുളക് ചേർക്കുന്നുണ്ട്. നമ്മളെ നീളത്തിലുള്ള ആ വറ്റൽ മുളകാണെന്നുണ്ടെങ്കിൽ ഒരു 3 മുളക് ചേർത്താൽ മതി. അപ്പോൾ ഈ ഒരു മുളക് കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് വെളുത്തുള്ളിയാണ്. അപ്പോൾ ഞാനിവിടെ 5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല വലിയ വെളുത്തുള്ളിയാണ്. അപ്പോൾ നിങ്ങളടുത്ത് ചെറിയ വെളുത്തുള്ളിയാണെന്നുണ്ടെങ്കിൽ ഒരു 6 അല്ലി വരെ ചേർക്കാം. അപ്പോൾ ഒരു വെളുത്തുള്ളി കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് കറിവേപ്പിലയാണ്, ഒരു തണ്ട് കറിവേപ്പില. ഈ കറിവേപ്പില കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത്രയും ഇട്ടിട്ട് നമുക്കിതിനെ വീണ്ടും നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു കുരുമുളകും ജീരകത്തിൻ്റെ ഒന്നിച്ച് വെളുത്തുള്ളിയും മുളകും കറിവേപ്പിലയും ഇട്ടിട്ട് നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചതച്ചെടുത്ത ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിവിടെ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട്, വാളംപുളി. ഈ ഒരു പുളിയിലേക്ക് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. അപ്പം ഇത് നല്ലൊരു സോഫ്റ്റ് പുളിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പിഴിഞ്ഞെടുക്കാൻ പറ്റും. നിങ്ങളുടെ അടുത്തുള്ള പുളി കുറച്ച് ഹാർഡാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുറച്ച് സമയം വെക്കാം. അതിനുശേഷം നമ്മൾ സാധാരണ പുളിവെള്ളം എടുക്കുന്ന പോലെ പുളിവെള്ളം എടുക്കാം. അപ്പോൾ ഇതിലേക്കുള്ള പുളിൻ്റെ കുരുവെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം എടുത്ത് മാറ്റാം. അപ്പോൾ എനിക്കിവിടെ നല്ല തിക്ക് പുളിവെള്ളം കിട്ടിയിട്ടുണ്ട്. ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് പുളിവെള്ളം ഉണ്ടാക്കണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെയാകുമ്പോൾ നമുക്ക് നല്ല പുളിവെള്ളം കിട്ടും, നല്ല തിക്കായിട്ടുള്ള പുളിവെള്ളം കിട്ടും. അപ്പോൾ ഞാനിവിടെ പുളി നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് സമയം പിഴിയുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു പുളി വെള്ളമായിട്ടല്ല ഉണ്ടാവാനും ഒരു പേസ്റ്റ് പോലെയാണ് ഉണ്ടാവാനും. കണ്ടില്ല, ഒരു പേസ്റ്റ് പോലെയാണ് ഉള്ളത്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ നല്ല വലിയ 2 പഴുത്ത തക്കാളി, പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല പഴുത്ത തക്കാളി എടുക്കണം. ഈ ഒരു പഴുത്ത തക്കാളി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എൻ്റെ തക്കാളിക്ക് കളറ് കുറവാന്നേ ഉള്ളൂ, പക്ഷേ നല്ല പഴുത്ത തക്കാളിയാണ്. ഇനി നമുക്ക് ഈ ഒരു പുളിയിലേക്ക് തക്കാളി ഇട്ടിട്ട് കൈകൊണ്ട് നന്നായിട്ട് ഉടച്ചെടുക്കുക. അപ്പോൾ നല്ല പഴുത്ത തക്കാളിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉടച്ചെടുക്കാൻ പറ്റും. അതുപോലെ നമ്മുടെ രസത്തിന് നല്ല ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ ഉടച്ചെടുക്കുന്ന സമയത്ത് ഈ ഒരു തക്കാളിൻ്റെ പീസൊന്നും കാണാത്ത വിധത്തിൽ വേണം ഉടച്ചെടുക്കാൻ. അപ്പം നമുക്ക് എത്രമാത്രം ഉടച്ചെടുക്കാൻ പറ്റുമോ അത്രക്കും നമ്മൾ ഈ ഒരു പുളിയിലിട്ടിട്ട് തക്കാളിനെ ഉടച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാനിവിടെ തക്കാളി പുളിയും നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചട്ടി വെച്ചിട്ട് ചട്ടി നന്നായി ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കുക. കടുക് നന്നായി പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും ചേർക്കണം. നമ്മൾ നേരത്തെ ചതക്കുന്ന സമയത്തും കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു കറിവേപ്പിലയും മുളകും ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഈ ഒരു ജീരകവും കുരുമുളകും എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനൊന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ ഇട്ട് ഈ ഒരു ചതച്ച് വെച്ചത് നന്നായിട്ടൊന്ന് ഈ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് കരിഞ്ഞൊന്നും പോകരുത്, എണ്ണയിലൊന്ന് വഴറ്റിയെടുത്താൽ മതി. നമ്മൾ വഴറ്റുന്ന സമയത്ത് ആ ഒരു ജീരകത്തിൻ്റെയും കുരുമുളകിൻ്റെ എല്ലാം നല്ലൊരു സ്മെല്ലിങ്ങനെ വരുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക്
നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ച പുളിയും തക്കാളിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ ചേർക്കേണ്ടത് മല്ലിപ്പൊടിയാണ്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മല്ലിപ്പൊടിയല്ല ചേർക്കാൻ, മുഴുവൻ മല്ലിയാണ് ചേർക്കാൻ. അപ്പം എൻ്റെ അടുത്ത് മുഴുവൻ മല്ലി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ മല്ലിപ്പൊടി ഈ ഒരു ടൈമിൽ ചേർക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു കുരുമുളകെല്ലാം ചതച്ചെടുക്കുന്ന സമയത്ത് അതിലേക്ക് 1 ടീസ്പൂൺ നല്ല മുഴുവൻ മല്ലി ഇട്ടിട്ട് ചതച്ചെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇതില്ലാത്തതുകൊണ്ട് ഞാനിവിടെ മല്ലിപ്പൊടി ചേർത്തത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. ഞാനിവിടെ 2 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് ചേർത്തിട്ടില്ല. ഉപ്പ് നമുക്ക് തിളച്ച് വരുന്ന സമയത്ത് ചേർത്താൽ മതി. ഇനി നമുക്ക് ഈ ഒരു രസം ചെറുതായി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് കായപ്പൊടി ചേർക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ കായപ്പൊടിയാണ് ചേർക്കുന്നത്. കായപ്പൊടി ഇങ്ങനെ തിളച്ച് വരുമ്പോൾ ചേർക്കുമ്പോഴായിരിക്കും നമ്മുടെ രസത്തിന് ആ ഒരു കായത്തിൻ്റെ ഒരു ടേസ്റ്റ് എല്ലാം വന്നിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവാം. അപ്പോൾ ഞാനിവിടെ 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കായപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് രസം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഹൈ ഫ്ലെയിമിലിട്ട് രസം തിളപ്പിക്കരുത്. അതേപോലെ തന്നെ പിന്നെ നമ്മുടെ കറിയിലും തിളച്ച് വരുന്ന പോലെ നന്നായിട്ട് തിളച്ച് പൊങ്ങി വരാനും പാടില്ല. ചെറുതായിട്ടൊന്ന് സമയം എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് തിളച്ച് വരികയാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഉപ്പ് ചേർത്തിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു രസം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഈ ഒരു സൈഡിൽ നിന്നെല്ലാം രസം തിളച്ച് വരുന്നുണ്ട്. ഇപ്പോൾ രസം ചെറുതായി ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഈ ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കിതിലേക്ക് ആവശ്യത്തിന് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില കുറച്ച് അധികം തന്നെ ചേർക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രസം അരിച്ചെടുക്കണമെങ്കിൽ അരിച്ചെടുക്കാം. ഞാനിവിടെ അരിച്ചെടുക്കുന്നൊന്നുമില്ല. അപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് രസപ്പൊടിയൊന്നും ചേർക്കാതെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു രീതിയിലുള്ള രസമാണ് കാണിച്ചിട്ടുള്ളത്. പലരും പല രീതിയിലായിരിക്കും രസം തയ്യാറാക്കുന്നുണ്ടാവാം. അപ്പം അറിയാത്തവരുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കാം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.